ನನ್ಗೆ ಗೊತ್ತಿಲ್ಲ ರೀ. ಬ್ಯಾಗ್ ಎಲ್ಲ ತಗೊಳ್ತೀನಿ. ಹಲೋ ಹಲೋ, ಬ್ಯಾಗ್. അത് കൊള്ളാം. എന്താ കിഷന്റെ ആ സ്പീഡ് ഉണ്ടല്ലോ, അത് ഈ മരങ്ങോടന്മാർക്കൊന്നും 14 ജന്മം എടുത്താൽ കിട്ടില്ല. കരിമ്പുലിയുടെ വേഗവാവന്. എന്നിട്ട് മുത്തയ്യ വാലും ചുരുട്ടിക്കേറ്റ് സഞ്ചിയും തൂക്കി പിടിച്ചിങ്ങി പോന്നു. കാതി കമ്മലോട്ട് നടക്കുകയാണ് മരക്കഴുത. ഇത് അവളോടൊന്ന് പറയാം, അതിനൊരു സന്തോഷമാവല്ലോ. അവന്റെ ഒരു മിടുക്കറിയുമ്പോഴേ. എന്താടോ? ഹലോ ഗോവിന്ദി, കിഷൻ. ആ മിടുക്കൻ, കലക്കി. നീ എന്റെ ചെക്കൻ തന്നെ തെളിയിച്ചു. ഗോവിന്ദി പറയാറില്ലേ ആരുമായിട്ട് ഹൃദയബന്ധം ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ തനിക്ക് ബോധ്യമായല്ലോ. കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വേണ്ടിടത്തത് പ്രയോഗിക്കാൻ പറ്റില്ല. ആ താൻ വേഗം ഒന്ന് ഇങ്ങോട്ട് വന്നിടും. ഒത്തിരി വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഗോവിന്ദിക്ക്. എന്താണോ വക്കീല് തന്റെ മുഖത്തൊരു വൈക്ലഭ്യം? ഇളയ മോൾക്ക് പോളിയോ, അല്ല ഇളയ മോളുടെ മോൾക്ക് പോളിയോ കൊടുക്കേണ്ട സമയമായി. വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ ഒന്ന്. ഓ, താനും ഒരു പ്രാരാബ്ധക്കാരനാണ് അല്ലേ? അയ്യോ, പ്രാരാബ്ദമൊന്നുമില്ല, എങ്കിലും ഇതൊന്നും പിടിച്ചേ. കേട്ടോ മോളെ, അവൻ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. क्या रे, कुछ पता चला? गोविंद जी हर जगह देख लिया। मोहम्मद के घर में देखा क्या? तो पहले ही ढूंढ लिया സാബ്. हाँ, എന്താടോ? കമ്മീഷണർ കാലത്തെ മുതൽ ഓഫീസിൽ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. കിഷൻജി ആ ഭാഗത്തെങ്ങും വന്നിട്ടില്ല. मुझे किशन को चाहिए. സാബ്. समझा? किसी भी हालत में. ठीक है, चल जा. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എന്നാ താൻ പോടോ. മനുഷ്യനിവിടെ വാല തീ പിടിച്ചിരിക്കുമ്പോഴാ അയാളെ ഒരു രാത്രി വരാമെന്ന് വിചാരിക്കും മാട്ടയാൻ. എന്തോ അല്ല മടയൻ രാത്രി വരാന്ന് വെച്ചായിരിക്കുമെന്ന്. താനെന്താണോ പോയില്ലേ? പോവാ. എന്നാ പോ. അതാ പോയി. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? കൂൾ, അണ്ടർ കൺട്രോൾ. മാധുർ റോഡ്, ചന്ദ്രപാസ് ബാബർ ഷോപ്പ്, ക്വീൻസ് ഡിസ്കോത്തീക്, ഖാൻ സാഹിബ് റോഡിലുള്ള മാരുതി വർക്ക്ഷോപ്പ്, ബീച്ച് റോഡിൽ മാംഗ്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ഇതൊക്കെയാണ് ഗാങ്സ്റ്റേഴ്സിന്റെ പ്രധാന ഹാങ് ഔട്ട്. അംബേദ്കർ കോളനി, അവിടെയുള്ള ആയുധ ഗോഡൌൺ ആണ് റെയ്ഡ് ചെയ്യേണ്ട മർമ്മസ്ഥാനം. കോളനിക്ക് വടക്ക് മാറിയുള്ള പാഴടഞ്ഞ കെട്ടിടത്തിനകത്താണ് തീവ്രവാദി സംഘടനകൾക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി ഗോവിന്ദ്ജി നടത്തിയിട്ടുള്ള ആയുധമിടപാടുകളുടെ ഡോക്യുമെന്റ്സ് വെച്ചിരിക്കുന്നത്. 1.5 മണിക്കൂർ, പരമാവധി 2 മണിക്കൂർ. അതിനകം ഇത്രയും സ്ഥലങ്ങളിൽ ഒരുമിച്ചായിരിക്കണം പോലീസ് ഇടിച്ചു കയറുന്നത്. അപ്പോഴേക്കും ഗോവിന്ദ്ജി വിവരം അറിഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അറിയിക്കുന്നു. ഗോവിന്ദ്ജിയുടെയും കൂടെ ബാക്കിയുള്ള ഗാങ്സ്റ്റേഴ്സിന്റെയും ശ്രദ്ധ അംബേദ്കർ കോളനിയിലേക്ക് തിരിയും. ആ സമയത്ത് ഞാൻ അഖിലയെ രക്ഷിക്കും. അവളെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം തന്നെ അറിയിക്കുന്നു. ഫുൾ ഫോഴ്സ് ഗോവിന്ദ്ജിയുടെ വീട്ടിലേക്ക് കയറും. Got it? Yeah. What is our strength? 40 പോലീസ്, 5 ജീപ്പ്, ഒരു വാൻ, അത്രേ സാധിച്ചുള്ളൂ. അതിനൊരു അപ്പുറത്ത് ഗോവിന്ദ്ജിയാടോ, ഗോവിന്ദ്ജി. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ മൂച്ചിനടിച്ച് തീർക്കണം. അയാൾക്ക് സമയം കൊടുത്താൽ പിന്നെ ഇതൊക്കെ വെറുതെയാ. എപ്പോ വേണേലും മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന 500-ൽ പരം ആൾക്കാരുണ്ട് അയാൾക്ക് ഈ സിറ്റിയിൽ. തന്റെ 40 പോലീസുകാരും 5 ജീപ്പും ഒരു വാനും എങ്ങോട്ടൊക്കെ കിടന്ന് ഓടുകൂടും. ഒക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലേ തന്നോട് മുമ്പേ തന്നെ. താൻ തളരാതുള്ളൂ ചങ്ങാതി. ഓടും.
വേണ്ടി വന്നാൽ ചാകാൻ തയ്യാറാണോ? അതിനുള്ള ചങ്കുറപ്പെങ്കിലും ഉണ്ടോ? ഉണ്ടടോ. എങ്കിലൊരു കളിയുണ്ട്, ഒരു ഭാഗ്യപരീക്ഷ. പൊളിഞ്ഞാൽ നീയും ഞാനും ചത്താലും അഖിലേക്കൊന്നും സംഭവിക്കരുത്. ആദ്യം കഴിയാവുന്നത്ര ഗാങ്സ്റ്റേഴ്സിനെ പൊക്കണം. അവരുടെ എല്ലാം മൊബൈൽ ഫോണുകളും പേജറുകളും എൻ്റെ കയ്യിലെത്തിക്കണം. തൻ്റെ പോലീസിന് ഈ രാത്രി യൂണിഫോം വേണ്ട. ഓരോരുത്തർക്കും അത്യാവശ്യമുള്ള ഇൻഫർമേഷൻസ് മാത്രം കൊടുക്കുക, അതാത് സമയത്ത്. സുധാകരൻ നായരെയും ചേർത്താ പറഞ്ഞത്. ആരും കൂടുതലൊന്നും അറിയണ്ട. കൃത്യം 12:30 നമ്മൾ തുടങ്ങുന്നു. തനിക്കിനി 2 മണിക്കൂർ സമയമുണ്ട്. Get ready. നായർ ഹിയർ. ആർ യു റെഡി? യെസ് സർ. പ്രൊസീഡ്. പുറത്തെന്താ സ്ഥിതി എന്നൊന്ന് നോക്കിയിട്ട് വരാം. साले सोता है क्या? साहब जी, उल्लू का पट्टा. ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത റാസ്കൽസാ. കൃഷ്ണനാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചാ പിന്നെ ഊണമില്ല, ഉറക്കവും ഇല്ല. കുറച്ച് ഭേദം ആ ഷെട്ടി ഒരുത്തനേ ഉള്ളൂ. അവനെ അത്യാവശ്യമായിട്ട് അവിടത്തേക്ക് പറഞ്ഞയച്ചാ അതിപ്പോ അബദ്ധമായി.